സാറേ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മള് ഒരു ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ശരിക്കും പറഞ്ഞ സന്തോഷം തന്നെയല്ലേ? അത് പിന്നെ പേഴ്സണലി കാരണം പലരും ട്രോളി ഒരു വഴിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കുള്ള സന്തോഷത്തിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എന്നെ പോലുള്ള എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും സുരേഷിനെ കാണുന്നത് ഒരു കോ ആക്ടർ എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള, ഞാൻ സുരേഷിന്റെ കയ്യിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള, മനുഷ്യരെ കണ്ടു കഴിഞ്ഞാലും അതും സങ്കടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം കണ്ണു നിറയുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ കൂടുതൽ ഒരാളുണ്ട്. ഇതാണ് ഞാൻ സുരേഷിൽ കണ്ടിട്ടുള്ളതും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഹാർഡ് വർക്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ലോകം, ഈ കേരളം മുഴുവനും, ഒപ്പോസിഷൻ പാർട്ടീസ് മുഴുവൻ അദ്ദേഹത്തെ പല രീതിയിലും ചൂഷണം ചെയ്തിട്ടും റോങ് കേസുകൾ ഫ്രെയിം ചെയ്തിട്ടും എല്ലാമായിട്ടും പുറത്തു വന്ന്, വിജയശ്രീ ലാളിതനായി പുറത്തു വന്ന്, ഞാനവിടെ ക്യാമ്പയിനൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മിനിസ്റ്ററാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു സംഭവമാണ്. ഇന്ന് കാലത്ത് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി സാർ എന്ന് തന്നെയാണ്, കാരണം മന്ത്രിയായി. ഇനി സാർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ആർക്കെങ്കിലും വേണ്ടി ഒരു ഹെൽപ്പിന് വേണമെങ്കിൽ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അല്ല, കാരണം ഒരാള് ഇതുപോലൊരു പൊസിഷനിൽ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് കുറെ ആൾക്കാർ വിളി തുടങ്ങും. ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നത് എത്ര സിനിമാക്കാർ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യാൻ പോയി? ആരും ഉണ്ടായില്ല. നമ്മൾ തുറന്നു പറയാലോ. അപ്പം സ്വാർത്ഥ താല്പര്യമുള്ള കുറെ എണ്ണം ഇപ്പൊ മൂപ്പരുടെ പുറകിൽ നടക്കുന്നുണ്ട്, മൂപ്പരെ വിളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ആയിക്കോട്ടെ, അതായത് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി. ഞാനാണെങ്കിൽ വിളിക്കില്ല, ഞാനിപ്പോ ഒരാളായിട്ട് ടച്ചില്ല. ഇപ്പം സിംപിളി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ക്യാമ്പയിന് പോയിട്ടുണ്ട്. ഐ എം നോട്ട് വെരി ക്ലോസ് ടു ഹിം. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാലും ശരി, ഐ വിൽ ജസ്റ്റ് സെൻഡിങ് എ മെസ്സേജ് ആക്കി കൺഗ്രാജുലേഷൻ. അതിൽ കൂടുതൽ ഒന്നും പിന്നീട് ഞാൻ, അതെന്റെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ റിയലി ലവ് ഹിം ആസ് എ ഹ്യൂമൻ ബീങ്. പല സമയത്തും നിങ്ങൾ ആരും പ്രതികരിക്കാതിരുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ പ്രതികരിച്ചു. അത് ഈ സിനിമാ ലോകത്തുള്ള ഒരു മനുഷ്യൻ തുറന്നിട്ടില്ല സുരേഷ് ഗോപി പലപ്പോഴും ഇൻസൾട്ട് ആവുന്ന. അപ്പൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? എനിക്ക് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ക്വാളിറ്റീസ് കാണുന്ന സമയത്ത് ഐ സപ്പോർട്ട് ചെയ്തു. നീയാണെങ്കിലും ചെയ്തു, നീ മനുഷ്യത്വം കാണും, മനുഷ്യന്മാരോട് ദയയും കാരുണ്യൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ ഡൈ ഫോർ യു മാൻ. അതാണ് എന്റെ ക്യാരക്ടർ. ഇത് മതിയോ? അല്ല, ഇതില് നമ്മൾ ഇപ്പം സിനിമ സഹപ്രവർത്തകർ പോലും ശരിക്കും പറഞ്ഞ ഭയങ്കര ട്രോളും വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിലൊക്കെ അതിജീവിച്ച്, ശരിക്കും പറഞ്ഞ അതിജീവനത്തിന്റെ ഒരു വിജയം കൂടിയല്ലേ സാർ? ഒബ്വിയസ്ലി, ബിക്കോസ് നിങ്ങൾ സിൻസിയർ ആണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. അതിന്റെ മുന്നിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിജയം നിങ്ങളെ ഫോളോ ചെയ്യും. അത് നിങ്ങൾ എപ്പോഴും, ഇതൊക്കെ ഒരു പാഠമാണ് നമുക്ക് പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇതുപോലുള്ള ഒരു വിജയം കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, എന്തുകൊണ്ട് ആ വ്യക്തി ഇതെല്ലാം തരണം ചെയ്ത് വന്നു, ഒറ്റയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ പാവം ഗോകുല് പലപ്പോഴും അവൻ ഭയങ്കര സെന്റിമെന്റൽ പയ്യനാണ്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ മെസ്സേജ് അയക്കും, നീ മിണ്ടായിരിക്കുക, ഐ വിൽ ഡു ദ തിങ്സ്. ഇങ്ങനെയൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് അവർ പോയിട്ട്. എന്നിട്ടും അതിൽ നിന്ന് വരുന്ന സമയത്ത്, എന്നിട്ടും ഇന്നലെ ഗൂഗിളിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. എനിക്ക് നിങ്ങളിപ്പോ ഈ കാണിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നതിന്റെ ഗുണമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ ജയിച്ചു, ഇനിയിപ്പോ എനിക്ക് എന്തും പറയാം. നോ, ഹി സെറ്റ് ലൈക്ക് അത് കഴിഞ്ഞു, വിട്ടേക്കും. അതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കയറിയിട്ട് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വിട്ടേക്കും, ഒരാളെ നമ്മൾ ചൂഷണം ചെയ്യാൻ, മറ്റേ അറ്റാക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. അപ്പൊ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ആരും കൂടെ ഇല്ലായിരുന്നെങ്കിലും ഫൈറ്റ് ചെയ്ത് വെളി വന്നല്ലോ. അതുകൊണ്ട് ഈ വിജയം അദ്ദേഹം നിലനിർത്തട്ടെ. അതുപോലെ തന്നെ വരുന്ന 5 വർഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, എസ്പെഷ്യലി തൃശ്ശൂർക്കാരാണ് അദ്ദേഹത്തിന് പൊസിഷൻ കൊടുത്തതും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കി കൊടുത്തതും. അപ്പൊ അതുകൊണ്ട് ആ തൃശ്ശൂർക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മന്ത്രിയിലൂടെ അദ്ദേഹത്തിന്റെ എല്ലാവിധ ഹാർഡ് വർക്കും നിങ്ങളിലും തൃശ്ശൂരിനും ഒരു പ്രോസ്പെറിറ്റി ആവട്ടെ. അതോടുകൂടിയിട്ട് കേരളത്തിനും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.
കൂടുതൽ അല്ല ഇതിനകത്ത് ഗോകുൽ പറഞ്ഞ സാർ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഒരു പ്രമുഖ നടി ട്രോളി ഇപ്പൊ ആ നടിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ ശരി. അപ്പൊ ഗോകുൽ പറഞ്ഞൊരു കാരണം ഇതുണ്ട്, ആ നടി അതിനെപ്പറ്റി പറയുമ്പോഴോ ട്രോള് ചെയ്യുമ്പോഴോ സഹപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ അവിടെ സിനിമാ മേഖലയിലുള്ള ഒരു സീനിയർ ആക്ടർ എന്നോ നിലയിൽ ഒരു ചിന്ത പോലും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കയറി ഞാൻ പറഞ്ഞത് ആ കുട്ടി ഒരു രാഷ്ട്രീയക്കാരിയല്ല. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്ന സമയത്ത് പറയുന്ന 2 കയ്യടി കിട്ടുമ്പോൾ ആവേശത്തിൽ നമ്മൾ പലതും പറഞ്ഞു പോകും. പക്ഷെ ആ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എത്ര വേദന വരും എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള ആ മെച്ചൂരിറ്റി ആയിട്ടില്ല ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിട്ടേക്ക്, അവർക്ക് പറയേണ്ടത് പറഞ്ഞു. ഇന്നിപ്പോ ആ കുട്ടി വിഷമിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിനത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു വീണ് കിടക്കുന്ന മരത്തിന്റെ മുകളിൽ കയറരുത്. വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ഓടിക്കയറരുത്. അല്ല, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ നോക്ക്. അവിടെയാണ് നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കാണിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ മാധ്യമത്തിൽ കൂടിയും നിങ്ങളിൽ കൂടിയും ഞാൻ പറയുന്നു, ആ കുട്ടീനെ ഇനി അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിക്കൊണ്ടൊരു അച്ഛനമ്മി. അതുകൊണ്ട് അത് അബദ്ധവശാൽ ഇങ്ങനൊന്നും ചെയ്തു. സുരേഷ് ഗോപിയോടും മാപ്പ് കൊടുത്തിരിക്കണം. അപ്പൊ അദ്ദേഹം കൊടുത്ത സ്ഥിതിക്കും അവരുടെ ഫാമിലി കൊടുത്ത സ്ഥിതിക്കും നമ്മളാരാ പിന്നെ? സോ ലീവ് ദാറ്റ് ചാപ്റ്റർ. സാർ ഏതൊക്കെ നമുക്ക് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും സാർ പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന് ഇല്ല, അതില്ല, ഏത് വകുപ്പാന്നുള്ളതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ടൂറിസം എന്നുള്ളത് നമ്മുടെ കേരളത്തിനകത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ സുരേഷ് സാറിന് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കേരളത്തിന് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. പാർട്ടിയൊന്നും നോക്കണ്ട, ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് കേരളത്തിലുള്ള ബെനിഫിറ്റ്സ്, അല്ല ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. കേരളത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ബെനിഫിറ്റ് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം കൊണ്ടുവരണം. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൂടെ നിൽക്കാം. അവിടെ ഇരുട്ടാ, എനിക്കൊന്ന് ടോർച്ചടിച്ച് കൊണ്ടുപോകും.